പൂർത്തിയാക്കേണ്ടത്. 3 ആർത്തവമല്ല. ഖുർആൻ എന്ന് പറഞ്ഞ ആർത്തവം എന്നല്ല അർത്ഥം. അങ്ങനെ അർത്ഥമുണ്ട് എന്ന് മാത്രം. ഒരു ഹദീസിലുണ്ടല്ലോ, നിനക്ക് ഖുർആൻ വന്നാൽ നീ നമസ്കാരം നിർത്തിവെക്ക്. അവിടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ വൽമുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. അവിടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ചില ആൾക്കാർ അങ്ങനെ ധരിച്ചു പോയി. 3 ആർത്തവം അങ്ങ് തീർന്നു കിട്ടണം. ഇതൊന്നും കിട്ടിട്ടില്ലേ? തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ 3 ശുദ്ധി കാമിലാവുകയാണ് വേണ്ടത്. എന്തല്ല 3 പ്രാവശ്യം ഹൈദങ്ങുവാൻ പറ്റാവുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാല് ഹൈദ് എന്ന അർത്ഥമുണ്ട്, ശുദ്ധി എന്ന അർത്ഥമുണ്ട്. ഇതിട്ട വച്ചാവൂലേ ജോഫാക്ക് പരമാവധി 16 16ആവൂലേ? 18 ഖുർആൻ എന്ന് പറഞ്ഞാല് ഹദീസിൽ പറയുന്നത് നിനക്ക് ഖുർആൻ വന്നു കഴിഞ്ഞാൽ നീ നമസ്കാരം നിർത്തിവെക്ക്. അവിടെ തീർച്ചയായും ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈദ്. അതേ സമയത്ത് വൽമുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. അപ്പൊ 3 പ്രാവശ്യം തുഹർ വന്നാൽ കണക്കായി. 3 പ്രാവശ്യം ആർത്തവം വരത്താണോ മദാറ്? ഇനി ആർത്തവമാണ് മുറാദ് എന്ന് വെച്ച് പിഴച്ചു പോയ സംഭവം. ഒരു സംഭവം പറയട്ടാ. മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു. ആരെ തൊട്ട്? ഇബ്നു ശിഹാബ് സുഹൈലിയെ തൊട്ട് അവർക്ക് കിടന്നു കിട്ടി. ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ തൊട്ട്. ഓർക്കോ? ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ. ഹംസ യാഗല്ല. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ. ആയിഷ ബീവി കുറെ ഉള്ളത് കൊണ്ട് നബി തങ്ങളുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ എന്ന് കൂട്ടും. ആയിഷ ബീവി നിരവധിയാണ്, അതുകൊണ്ട് ഇൽത്തിബാസ് വരാതിരിക്കാൻ ആയിഷ ബീവി നഗരത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാല് മൂത്തമ്മയാണ് ആയിഷ ബീവി. ഓരോ അനുജരുണ്ടല്ലോ, അബ്ദുറഹ്മാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മക്കളാണ് ഇവരല്ല. ആയിഷ ബീവിയും അബ്ദുറഹ്മാനും. അബ്ദുറഹ്മാനിന്റെ മകളാണ് ഹഫ്സ ബീവിന്റെ തലാഖ് നടന്നിട്ടുണ്ട്. മുൻദിർ ബിൻ സുബൈറ കെട്ടീനി. മുൻദിർ ബിൻ സുബൈർ ആയിഷ ബീവി കൃത്യം സ്റ്റോപ്പായി ഹഫ്സ ബീവിന്റെ അടുത്തെത്തി പറഞ്ഞു, ഇനി പോകാൻ നമുക്ക് കൂട്ടിയിട്ട് പോകാൻ വന്നതാണ്. തലാഖ് ചൊല്ലിയിട്ട് മൂലക്കിട്ടിട്ടാവുന്നത്. അതെ ഹഫ്സ ബീവിയെ എന്ന് പറഞ്ഞാല് ഇവരെ സഹോദരന്റെ മോള് ആയിഷ ബീവിന്റെ, അതായത് ഹഫ്സ ബീവിന്റെ മുത്തമ്മയാന്നാല് ആയിഷ ബീവി. ഇദ്ദ തീരുമ്പോ തലാഖ് ചൊല്ലി എത്തിക്കട്ടെ. ഇദ്ദ തലാഖ് കൊടുത്തതാരാണ്? മുൻദിർ ബിൻ സുബൈർ. ഇദ്ദയിൽ ഇരുത്തിനാടെയാണ് മുൻദിർ ബിൻ സുബൈറിന്റെ റൂമിൽ. ഇക്കെവിടെ എന്നാണ് പോകാൻ പറ്റോ? മുൻദിർ ബിൻ സുബൈറിന്റെ ഓഫീസിലായിരുന്നിട്ടുള്ളത്. കൃത്യ ടൈമിൽ ആര് വന്ന്? ആയിഷ ബീവി വന്ന്. ഇനി നമുക്ക് പോവാല. ഇനി എന്തിനാ ആരാനെടുത്തിരിക്കും? ഇത് തീർന്നില്ലേ? ആയിഷ ബീവി മെമ്മറിയിൽ കണക്കൂട്ടിയതാണ് ഇത് തീർന്നത്. കണക്കൂട്ടുന്നാക്ക് 3 അർത്ഥം എന്നിവിടെ കാണുന്നില്ല, 2 അർത്ഥമോ. 3-ാമത്തെ അർത്ഥവത്തിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. 3-ാമത്തെ
ആർത്തവം കൂടി കഴിഞ്ഞു വിട്ടണ്ടേ? കഴിഞ്ഞോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളെ സ്റ്റേ ആക്കി. കൂട്ടാൻ പറ്റൂല, പോകാനായിട്ടില്ല. മിണ്ടി പോണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ടാരും പോന്ന് അങ്ങനെ രണ്ട് മതിയാവും, 3 വട്ടം. അതെങ്ങനെ അങ്ങനെ തർക്കം വന്നത്? ആയിഷ ബീവി എങ്ങനെ കൂട്ടിയത് സംസാരിക്കും. ഇവർ തലാക്ക് ചെല്ലുമ്പോ അല്പം ശുദ്ധി കിട്ടിയ പണി. തലാക്ക് ചെല്ലുമ്പോ അല്പം കിട്ടിയാലും അത് ഒരു കുറുകായിട്ട് കൂട്ടും. ഒന്ന് അതിന്റെ പിറ്റേന്ന് ആർത്തവം വന്നു. ആർത്തവം തീർന്നേരെ ശുദ്ധി വന്നു. പിന്നെ അതിന്റെ ശേഷം എന്ത് വന്നു? ആർത്തവം വന്നു, പിന്നെ ശുദ്ധി വന്നു, പിന്നെ ആർത്തവം തുടങ്ങിയതേ ഉള്ളൂ. ആർത്തവം ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ 3ാമത്തെ ആർത്തവം തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇതും കൂടെ തീരണ്ടേ? ആർത്തവം കൊണ്ട് എണ്ണുന്നാക്ക് എങ്ങനെ മനസ്സിലാക്കും? തലാക്ക് ചെല്ലിയ ശേഷം ഒരാർത്തവം ഇപ്പൊ ആർത്തവം തുടങ്ങിയതേ ഉള്ളൂ. സലാസത്ത് കൂടുതൽ വേണ്ടേ? 3 ഫിനിഷാകണ്ടേ? ഇവിടെ ആയിട്ടുണ്ടോ? അതുകൊണ്ട് നാട്ടുകാർ കയർക്ക് ആരെ കൂട്ടാനായിട്ടില്ല. ഇനി 15 ദിവസം ചെയ്യണം പോലും. ഈ ആർത്തവം വീണ് തീരണം. ചിന്തിക്കുന്നവർക്ക് നോക്കുമ്പോഴേക്ക് ഇവരെ എല്ലാം കവച്ചു വെക്കുന്ന ചിന്തയും പഠനവും ആയിരിക്കേണ്ട ആഴ്ച ബീവിക്കുണ്ട്. തലാക്ക് ചെല്ലുന്ന നേരത്ത് 1 സെക്കൻഡ് കിട്ടിയാൽ അതൊരു ശുദ്ധിയായി. അപ്പൊ ഒരു ശുദ്ധിന് തേടേണ്ടതില്ല, റുക്കുവിൽ തൊടുന്ന പോലെയായി. കിട്ടി. തലാക്ക് ചെല്ലുമ്പോ ഒരു ശുദ്ധി പെണ്ണിന്റെ കിട്ടിപ്പോയി. അത് നമ്പർ 1. അതിന്റെ ശേഷം ആർത്തവം വന്ന്, അതിന്റെ ശേഷം ശുദ്ധി വന്ന്, അപ്പൊ ശുദ്ധി നമ്പർ 2. അതിന്റെ ശേഷം ആർത്തവം വന്ന്, ആർത്തവം 2, ആർത്തവം നമ്പർ 2 വന്നത്, അതിന്റെ ശേഷം ശുദ്ധി, ആർത്തവം നമ്പർ ശുദ്ധി നമ്പർ 3. എന്നിട്ട് അതിന്റെ ശേഷം എന്ത് വന്ന്? ആർത്തവം വരണോ? വന്നിട്ടുണ്ട്. പക്ഷെ ഈ ആർത്തവം വന്ന് പൂർത്തിയായ നാളെയും മറ്റന്നാളെയും അതിന്റെ അപ്പുറം എന്തുണ്ട്? അതുകൊണ്ട് ഇപ്പം കൂട്ടാനായിട്ടില്ല. എങ്ങനെയാണ് കൂട്ടുമ്പോ? ഹൈലാണ് 3 ഹൈലാണ് പൂർത്തിയാവേണ്ടത് എന്ന് കൂട്ടുമ്പോ 3 ഹൈല് 2 ഹൈല് പൂർത്തിയായി 3ാമത്തെ ഹൈല് തുടങ്ങിയതല്ലേ ഉള്ളൂ. ആയിഷ ബീവി വെല്ലുവിളിക്കുന്ന അങ്ങനെയല്ല. ശുദ്ധിയാണ് കണക്കൂട്ടുക. ശുദ്ധി നേരത്തെ കുറച്ച് കിട്ടിയില്ലേ? അതൊന്ന്, പിന്നെ 2ാമത് കിട്ടി, പിന്നെയും കിട്ടി, ഇപ്പൊ ആർത്തവത്തിലേക്ക് കയറിയില്ലേ? അപ്പൊ ഉറപ്പായി 3 ശുദ്ധി പൂർത്തിയായി എന്ന് ഉറപ്പായി. ഈ ആർത്തവം എല്ലാം നമ്മൾ അടിസ്ഥാനാക്കുന്നത് ഇതിനു മുമ്പത്തെ ശുദ്ധിയാണ്. എന്തായി? ജനങ്ങളുടെ കണക്കിന് ഇപ്പൊ എന്തായിട്ടില്ല. എന്തുകൊണ്ടാ അവർക്ക് യുദ്ധ കഴിയാത്തത്? എന്ന് പറഞ്ഞാൽ 3 ഹൈദ് വന്ന് തീരണം. 3 ഹൈദൊന്നും ഇവിടെ വന്ന് തീർന്നിട്ടില്ല. ഇങ്ങനെ വാശി പിടിച്ചത്. പക്ഷേ ആയിഷ ബീവിയോട് കളിച്ചാൽ ജയിക്കോ? ആയിഷ ബീവി പഠിച്ചത്രയും നല്ല പഠിച്ചണ കുട്ടിയിൽ പോകുന്നതിന് മുടക്കില്ല. ഇനി പോകുന്നിടത്ത് പോകാം, സഞ്ചരിക്കേണ്ടടുത്ത് സഞ്ചരിക്കാം. അതുപോലെ ആഡംബരങ്ങളെല്ലാം പറ്റും, എല്ലാം പറ്റും. ഇതുവരെ മൂലയ്ക്ക് ഇരുന്നത് മതി. ഈ ആർത്തവം തുടങ്ങുന്നതിനാണ്. ആർത്തവം തുടങ്ങിയാലേ ശുദ്ധി അവസാനിച്ചു എന്നറിയുള്ളൂ. അപ്പൊ ആയിഷ ബീവി പറയുന്നത് ആർത്തവം ഞാൻ മദാറായിട്ട് കൂട്ടുന്നില്ല, ആർത്തവം നമുക്ക് വേണ്ട, നമ്മൾ ശുദ്ധിയാണ്. ശുദ്ധി ആ പണ്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെയും കിട്ടിയിട്ടുണ്ട്, പിന്നെയും അന്നഹാരക്കലത്ത് കൊണ്ടുപോയി. ആരെ? ഹഫ്സ. ഏത് ഹഫ്സയെ? പിന്നെ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ. അവരുടെ മകളാണ് ആര്? മുത്തമ്മയാണ് കൂട്ടിയിട്ട് പോയത്. അടഞ്ഞിരിക്കുന്നു. തലാഖ് ചെല്ലുമ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരിക്കണോ? ഇത് കഴിഞ്ഞാൽ ഉടനെ പോണ്ടേ? ഇനി ആരാന്റെ ഉപയോഗിക്കില്ല. എന്തിനടിക്കും? ഹീനദഖലത്ത് പെണ്ണ് പ്രവേശിച്ചപ്പോൾ പിദ്ദമി മിനൽ ഹൈദത്തി സാലിസ, 3ാമത്തെ ആർത്തവം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ പോലും.
ആ ആർത്തവം തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി താമസം ചെയ്തു കൊടുത്താ ഇല്ല ഇപ്പം പോകണം. ആലിമിനി ശിഹാബിൻ ഫദക്കർത്തു ദാലിക, ഇത് ഞാൻ പറഞ്ഞു അംറ ബീവിയോട്. അംറ എന്ന് പറഞ്ഞ ഹഫ്സ ബീവിന്റെ ഏട്ടത്തി, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മറ്റൊരു മകൾ അംറ, ഹഫ്സ ബീവിന്റെ ഇത്താത്ത. ഓരോട് ചോദിക്കുന്നേ നിങ്ങൾ അന്യത്തീന കുട്ടിക്കൊണ്ട് പോകാൻ എങ്ങനെ പറഞ്ഞത്? മൂത്തമ്മ പറഞ്ഞതുപോലെ കുട്ടി പോയിക്കോ, ഇപ്പഴേ പോകാനായോ? ഇതും കൂടെ കഴിയണ്ടേ? കുട്ടി പോയി അല്ലേ? കാലത്ത് അംറ ബീവി പറയുന്നു ഉറപ്പന്നെ കുട്ടി പോയിട്ടുണ്ട്. ഏത് തീരാ കാത്തിരുന്നില്ല. മൂന്നാമത്താത്തോ ആയിഷ ബീവിയോട് മത്സരിക്കുന്നു. നാട്ടുകാർ മത്സരിക്കുന്നുണ്ട്. രണ്ട് ആർത്തവം പൂർത്തിയായി, മൂന്നാമത്തെ ആർത്തവം ഇന്ന് തുടങ്ങിയതല്ലോ. 3 കുറി പൂർത്തിയാകാണ്ട് എങ്ങനെ പോക്ക്? അത് കുറുകു അൽ ഹൈദു എന്നാണ് അവർ പറഞ്ഞത്. إن الله تبارك وتعالى يقول في كتابه 3 قروء والمطلقات يتربصن بأنفسهن 3 قروء. البقرة 228. فقالت عائشة صدقت. നിങ്ങൾ പറഞ്ഞ ശരി തന്നെ, 3 കുറി വേണം ആണ്. അത് ശരി തന്നെ, നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ്. 3 കുറി വേണം, അത് ശരിയല്ലേ? ആ പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ഏതാ? അത് ഞാൻ കൂട്ടിയ പോലെ നിങ്ങളേതാ കൂട്ടിയത്? അവിടെയാണ് ഇപ്പം പറ്റിയത്. അതുകൊണ്ട് ഇനിയോ ഈ ആർത്തവം തീരുന്നത് വരെ കുറെ ദിവസം നീ നിൽക്കണം. എന്തായി? അപ്പോ ഈ യുദ്ധയിൽ നിന്ന് വിരമിക്കുന്നതിന് ആർത്തവമായിട്ടല്ല ബന്ധം, ശുദ്ധിയുമായിട്ടാണ്. ശുദ്ധി കണ്ടുപിടിക്കാനുള്ള വഴി മാത്രമാണ് അത്. ശരിയായില്ലേ? നമസ്കാരം. മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു, ഇബ്നു ശിഹാബ് സുഹരിയെ തൊട്ട് അന്നഹു ഖാല സമീഅതു. ഇബ്നു ശിഹാബ് എന്നവർ പറയുന്നു, ഞാൻ കേട്ടു. അബൂബക്കർ ബിൻ അബ്ദുറഹ്മാൻ എന്നവർ, അബ്ദുറഹ്മാനിന്റെ മകൻ അബൂബക്കർ, അബ്ദുറഹ്മാൻ എന്നവരുടെ യഖൂലു മാ അദ്റക്തു അഹദൻ മിൻ ഫുഖഹാഇന, നമ്മുടെ നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളെയും ഞാൻ എത്തിച്ചിട്ടില്ല. ഇല്ലാ വഹു യഖൂലു ബിഹാദ, ഇതേപോലെ പറഞ്ഞിട്ടല്ലാതെ. ഇതേപോലെ ആയിഷ ബീവി പറഞ്ഞതാണ് ഹഖ്. ആയിഷ ബീവിക്ക് പിഴച്ചിട്ടില്ല. ശുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധി തന്നെയാണ്, കുറുക് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണ്. പിന്നെന്തെല്ലാം? അല്ലാണ്ട് നാട്ടുകാർ പറഞ്ഞ പോലെ എന്ത് വേണ്ട? നാട്ടുകാർ പറഞ്ഞ കണക്കിന് കുറച്ച് ദിവസം കൂടി ഇരിക്കണം. എത്ര ഇരിക്കണം? 1 ദിവസം പറഞ്ഞിട്ടില്ല, തീർന്നത് വരെ. മൂന്നാമത്തെ ആർത്തം ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് തീരോ അടുത്ത് തീരോ അല്ല, ചിലപ്പോൾ 15 ദിവസം വരെ നീളൂല്ലേ? തീർന്നിട്ട് ഉറപ്പ് വരുത്തണ്ടേ നിന്ന്? നാട്ടുകാരെ പറഞ്ഞാണെങ്കിൽ ആർത്തവം തീരട്ടെ. അതെപ്പോ തീരെ? 15 ദിവസം കൊണ്ട് തീരും, ഉറപ്പാണ്. ചിലപ്പോ 1 ദിവസം, ചിലപ്പോ 2, ചിലപ്പോ 7, എന്തുവാ അന്ന് ആവശ്യമില്ല എന്നാണ്. അപ്പൊ ഏതാ ഹക്ക്? പിന്നെ യുരീദു ഖൗല ആയിഷ ബിഹാദ എന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശിക്കുന്നത്? മാലിക് റളിയല്ലാഹു അൻഹു നാഫി എന്നവരെ തൊട്ട് സെയ്ദ് ബിൻ അസ്ലമിനെ തൊട്ട്. നാഫി എന്നവരുടെ ഉസ്താദാണ് ആര്? സെയ്ദ് ബിൻ അസ്ലം, മുഹദ്ദിസുൽ ശരി, അതേ സമയത്ത് മുഫസ്സിറുമാണ്. സെയ്ദ് ബിൻ അസ്ലം അൻ സുലൈമാൻ ബിൻ യസാർ, മുവത്തയിലൂടെ നീളം പേര് കാണും. സുലൈമാൻ ബിൻ യസാർ അത്രേ പ്രാവശ്യം കറാത്ത് മറാത്ത് ആവർത്തിച്ചതാണ്. സുലൈമാൻ ബിൻ യസാർ, യസാറിന്റെ മകൻ സുലൈമാൻ.
യസാറന്മാർ പറയുന്നത് ഞാൻ ആകെ ഉഷാറായിപ്പോയി. എൻ്റെ പേരും പെരുമ ഒന്നിപ്പോയത് 2 മക്കളെ കൊണ്ടാകുന്നു. ഒന്ന് സുലൈമാന്, പിന്നൊന്ന് അത്താവ്. അത്താവ് യസാറുണ്ട് ഇന്ത്യക്ക്. സുലൈമാൻ യസാർ എന്ന് പറഞ്ഞാൽ അഫ്ഖദ്, ഫിഖിന്റെ കോടീശ്വര പ്രഭു. ഫിഖ് മസാല കെപ്റ്റ് ഹിയർ. എന്ത് മസാല ചോദിച്ചാൽ അന്നേരം തലയോക്കി ഉണ്ടാവില്ല. ലോണൊന്നുമല്ല, അഡ്വാൻസിലാണ്. നോക്കട്ട് പറയിട്ട് ഞാൻ നോക്കിയിട്ട് തരാം എങ്ങനെയാണത്. രണ്ടാമത് ചോദ്യം ആവർത്തിക്കണം. വേണ്ട, പൈപ്പ് വെള്ളം തിരിച്ചോ. ഫഖീഹ് ഹുസൈൻ ആര്? ഇതേപോലെ പേര് ആരതും കാണും. ഇവരെ ഏട്ടനുണ്ട് അത്താബിൻ യസാർ. യസാറിന്റെ മകൻ അത്താബ് ഒരു ഫിഖിന്റെ പണ്ഡിറ്റല്ല. മൗഖിബത്തുൻ ഹസന, വഅദ് പറഞ്ഞാൽ കാക്ക പോലും പറക്കില്ല. മുഴുവൻ ആളും അവിടെ ധരിച്ചിട്ട് നിന്ന് പോകും. അതുപോലെ ദിക്ർ, സലാത്ത്, അതിൻ്റെ എല്ലാം ആത്മീയ ഗുരുവാണ് അത്താബിൻ യസാർ. പ്രസംഗത്തിൽ വലിയ ശക്തിയാണ്. പ്രസംഗം ഏത് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കേൾക്കാണ്ട് ഒരാൾക്കും ഇതിൻ്റെ അപ്പുറം വന്നില്ല. അത്താബിൻ യസാർ ഫിഖിന്റെ കോടീശ്വരനായിട്ടില്ല. ദിക്റെല്ലാം നടത്തിയാൽ എത്ര മരവിച്ച ഏത് രാവാളി ഉണ്ടെങ്കിലും പിന്നെ അല്ലാഹുവിന്റെ മുഖറവായി പോകുമ്പോൾ ദിക്റും സലാത്തും അടിച്ചെടുപ്പാറും ചെയ്യുമ്പോഴൊക്കെ കുളിച്ച് ശുദ്ധിയായ പോലെ തസ്കിയത്തിന്റെ അതാത്താള് അത് പേര് കാണും. ഇടക്കിടക്ക് കുറെ പേരും എടുത്ത് വരും, ഇത്ര പേരുമില്ല. കാരണം ഇത് ഫിഖിന്റെ സൂപ്പറല്ല അത്താള്. മേഖല വ്യത്യാസമുണ്ട്. തസ്കിയത്തിലാകുമ്പോ ഒരു ഫിഖ്. സുലൈമാൻ യസാർ അന്നൽ അഹവസ, അഹവസ് എന്ന മഹാൻ, അഹവസ് ഹലക, ഹലക മരിച്ചുപോയി. ബിഷാം സിറിയയിൽ വെച്ചിട്ട്, സിറിയ കുന്നിൽ വെച്ച് അഹവസ് എന്നവർ വഫാത്തായി. ഈന ദഖലത്ത് ഇംറഅത്തു, പെണ്ണിന്റെ ചോര തുടങ്ങിയതാണ് ബിദ്ദമി മിനൽ ഹൈദത്തി സാലിസ. 3ാമത്തെ ചോര തുടങ്ങിയിട്ടാണുള്ളത്. ഫകാന ഖത്തലഖഹ, മുമ്പേ തലാഖ് ചൊല്ലിയിരുന്നു. തലാഖ് ചൊല്ലുമ്പോൾ ഒരല്പം കിട്ടിയിട്ടുമുണ്ട് ശുദ്ധി. എന്നിട്ട് ഒരർത്ഥമായി, പിന്നെ ഒരർത്ഥമായി, 3ാമത്തെ അർത്ഥം തുടങ്ങിയതേ ഉള്ളൂ. നേരത്തെ ആയിഷ ബീവിന്റെ അടുത്ത് പറഞ്ഞ പോലെ, ഹഫ്സ ബീവിന്റെ അടുത്ത് പറഞ്ഞ പോലെ അന്നേരം ആരും മരിക്കുന്നു. അന്നേരം നാട്ടുകാർ വായ്പാക്കി. ഈ പെണ്ണെന്ത് വേണമെന്നറിയാമോ? ഇതുവരെയുള്ള ഇതെല്ലാം നിർത്തിയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് 4 മാസം 10 ദിവസം വേറെ ഇരിക്കണം. നിന്നല്ലേ വേണ്ടത്. റജായിയായ യുദ്ധന്റെ സമയത്ത് ഭർത്താവ് മരിച്ചാൽ ഇതുവരെയുള്ള യുദ്ധം മുഴുവനും വലിച്ചെറിയുക. എന്നിട്ട് എന്താ ആരംഭിക്കുക? ആരെ പോലെ? ഭാര്യനെ പോലെ. അങ്ങനെ വേണമെന്ന് നാട്ടുകാർ പറയും. മനസ്സിലാക്കുന്നു. അഹബസ് എന്നവർ തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലി. തലാഖ് ചൊല്ലുമ്പോൾ ഒരല്പം ശുദ്ധി കിട്ടി. എന്നിട്ട് ഒരാർത്തവം കഴിഞ്ഞ് 2ാമത്തെ ആർത്തവവും കഴിഞ്ഞ് ഇപ്പൊ 3ാമത്തെ ആർത്തവം തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ആര് മരിക്കുന്നു? അപ്പൊ ഹക്കായ കണക്കൂട്ടലനുസരിച്ച് ആയിഷ ബീവി മനസ്സിലാക്കിയതുപോലെ കണക്കൂട്ടിയാൽ ഈ പെണ്ണിന് എന്ത് കിട്ടിക്കഴിഞ്ഞ് 3 ദിവസം കിട്ടി. അപ്പൊ ആരാനായി? അപ്പൊ വഫാത്തിന്റെ ഇതവണ അപ്പൊ അനന്തരവും കിട്ടില്ല, മരിച്ചെടുത്ത് വരികയും വേണ്ട. അതേസമയത്ത് നാട്ടുകാർ കണക്കൂട്ടിയതനുസരിച്ച് എന്ത് തീർന്നിട്ടില്ല, കുറച്ചല്പം ബാക്കിയുണ്ട്. അപ്പോ നാട്ടുകാരുടെ നിയമം അനുസരിച്ച് എന്ത് വേണോ? ഈ യുദ്ധം മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് ഇനി പുതിയ എന്ത് തുടങ്ങണോ? 4-10 4 മാസവും അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടായി. മുമ്പേ ആരെ തലാഖ് ചൊല്ലിയിരുന്നു? ഇനിയൊക്കെ എത്ര ആയി തലാഖ് ചൊല്ലിയിട്ട്? ഇവർ മരിക്കുമ്പോഴേക്ക് 3ാമത്തെ ആർത്തവം തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ എന്ത് പൂർത്തിയായി കാണുന്നു? 3 തോറ്. ഇതിനെന്താ ഉത്തരം പറയേണ്ടത്? ഇനിയും യുദ്ധരിക്കണോ? വഫാത്തിന്റെ യുദ്ധ എല്ലാം ആരാ പെണ്ണായി ഓട് എന്നാണോ? ഈ മരിച്ച വൈകിട്ട് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കോ
അങ്ങനെയാ? ഒന്നും അറിയുന്നില്ലേ? റജയ്യായ പെണ്ണ് ഇരിക്കുമ്പോ ഭർത്താവ് മരിച്ചാല് ഇതുവരെ ഇരിക്കുന്ന ഇതാണ് നിർത്തി കളയുക, കണ്ണണ്ട പോട്ടെ. എന്നിട്ട് എന്ത് ആരംഭിക്കുക? അതേ സമയത്ത് വായിനായി പോയിട്ടുണ്ടെങ്കിൽ ഇത് ഭർത്താവിനെ കണക്കിലെടുക്കാനേ പാടില്ല. ആരാ പുരുഷനാണ്. അവളുടെ പാട്ടക്ക് അവളുടെ വഴിക്ക് അവൾ പോയിക്കോട്ടെ. ഇപ്പൊ ഈ പെണ്ണെന്താക്കണ്ടി? അയവസിന്റെ ഭാര്യ പോയിക്കോട്ടെ എന്ന് ഇങ്ങനെ ഉറപ്പിക്കൽ. ഇവിടെ 3 ശുദ്ധി എണ്ണി കാണുന്നുണ്ട്. അതേസമയത്ത് ആർത്തവം കൊണ്ടെണ്ണിയാൽ എത്ര ആയിട്ടില്ല. അപ്പൊ ആർത്തവത്തിന്റെ കോല് കുടിച്ചാല് ഇനി ഇതുവരെ ഇരുന്നതല്ല നഷ്ടം. ഇനി എന്തിരിക്കണം? അങ്ങനെ പത്തിരിക്കണം. ഈ ഉത്തരം പറയേണ്ടത് മുആവിയ്യ ബിൻ അബീ സുഫ്യാനാണ്. അവർക്ക് പറയാൻ കിട്ടുന്ന പെട്ടെന്ന് പറയാൻ കിട്ടോ? നിങ്ങൾ ചോദിക്കുന്ന അവസാനമല്ല പറയാൻ കിട്ടും. ഇല്ല, ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് നടക്കുന്നു. മുആവിയ്യ ബിൻ അബീ സുഫ്യാൻ നാട്ടിലുള്ള ഖാദിയാണ് മുആവിയ്യ. മുആവിയ്യക്ക് പെട്ടെന്ന് ഓർമ്മയാകാത്തത് കൊണ്ട് അർജന്റ് കോളെ വിളിച്ച് അടുത്തേക്ക് സയ്യിദ് ബിൻ സാബിത്ത് എല്ലാം കലക്കി തയ്യാറായാണ്. ഫിഖിയിൽ അഗ്രഗണ്യം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ അഗ്രഗണ്യം പോലും എവിടെയെങ്കിലും ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ ഉടനെ അടിക്കുന്നല്ലേ പണിയുന്നത്. അൽക്കി മുആവിയ്യ വിളിക്കുന്നു. ഹലോ, മുആവിയ്യത്ത് എന്ന് പറയാം, സയ്യിദ് ബിൻ സാബിത്ത് എന്ന് പറയാം. യസ്അലുഹു അൻ ദാലിക ഫഖതബ ഇലൈഹി സയ്യിദ് ബിൻ സാബിത്ത് റിപ്ലൈ കൊടുത്ത് അന്നഹാ ഇദാ ദഖലത് ഫി ദമി മിനൽ ഹൈദത്തി സാലിസ ഫഖദ് ബയ്യത്ത് മിൻഹു. എന്താ? പെണ്ണ് ഭാര്യയായി, ചെക്കൻ ഭാര്യയായി. ഈ മറ്റു ചെക്കന് ആരുമായിട്ട് ടച്ചില്ല. ഈ പെണ്ണിന് ആരുമായിട്ട് ടച്ചില്ല. കണക്കൂട്ടി 3 ശുദ്ധി പൂർത്തിയായില്ലേ? ആർത്തവം എണ്ണീറ്റ് 3ാമത്തതേ ആയിട്ടുള്ളൂ. ഈ ആർത്തവം ചെയ്യാൻ നിൽക്കണോ? വേണ്ട. പെണ്ണ് ആ പെണ്ണിന്റെ വയ്ക്കുന്നു. പെണ്ണിന് ആരുമായിട്ട് ടച്ചില്ല. ഉത്തരം കൊടുത്തു. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു കാമാന്ന് മിണ്ടുന്നുണ്ടാ? അതെ, പറഞ്ഞാൽ പിന്നെ എല്ലാരും ഇടിമുഴക്കമായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുമില്ല, പൈസ കിട്ടില്ല. പൈസ കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. കാരണം അജ്നബിയായില്ലേ. മാലിക്കുൻ മാലിക് ഇമാമിന് എത്തിയിട്ടുണ്ട്. ആരെ തൊട്ട്? ഖാസിം ഇബ്നു മുഹമ്മദ്, സാലിം ഇബ്നു അബ്ദില്ല, അബൂബക്കർ ഇബ്നു അബ്ദുറഹ്മാൻ, സുലൈമാൻ ഇബ്നു യസാർ, ഇബ്നു സിയാബ്. മാലിക് ഇമാമിന് വിവരം കിട്ടിയിട്ടുണ്ട്. ആരെ തൊട്ട്? 1 2 3 4. എന്താണ് അങ്ങനെ അഞ്ചാളെ പേരെണ്ണി 50 ആളെണ്ണ. 5 എന്ന് പറഞ്ഞാൽ ഹൈ സൂപ്പർ. ഇതിൽ ഹൈ സൂപ്പർ. അന്നഹും കാനൂ യഖൂലൂന ഇദാ ദഖലത്തിൽ മുതല്ലഖത്തു ഫി ദമി മിനൽ ഹൈദത്തി സാലിസ. 3ാമത്തെ ആർത്തവം തുടങ്ങുമ്പോഴേക്കും 3 ശുദ്ധി പൂർത്തിയായെങ്കിൽ ഈ 3ാമത്തെ ആർത്തവം തീർക്കേണ്ടതില്ല. ഫഖദ് മാനത്ത് വലാ മീറാസ ബൈനഹുമാ വലാ റജിയത ലഹു അലിയ. പഠിച്ചെടുക്കാൻ അധികാരമുണ്ടാ? 5 ആളെ ഫത്വ തന്നെ. അപ്പൊ അങ്ങനെ ഫത്വ കൊടുക്കാനുള്ള ആ മസലയെ പഠിക്കേണ്ടത് ഈ രൂപത്തിലായിരിക്കണം മസല. ഒരാൾ പറയുമ്പോഴേ പിന്നെ ചീതം കയറാൻ പാടില്ല. ഇങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറയുമ്പോ ആന വിളിച്ചാലും മര്യാദ രൂപത്തിലാകട്ടെ മസല. അതിനാ മൊത്തം പഠിക്കും. മൊത്തം വേണ്ട പോലെ മൊത്തം എല്ലാ അധ്യായം പഠിക്കണമെങ്കിൽ തഹാറത്ത് മുതൽ ഇതൊക്കെ വരെ ഏത് ചോദിക്കാൻ ഫിക്കല്ലേ? ഇത് കുഴച്ചിട്ടുണ്ടല്ലോ അല്ലേ? മാലിക്കുൻ النافي عن عبد الله بن عمر أنه كان يقول إذا طلق الرجل امرأته فدخلت في الدم من العدة الثالثة. അല്ലാണ്ട് നാട്ടുകാർ പറയുമ്പോൾ എന്ത് വേണ്ട? 3ാമത്തെ ആർത്തവം തീരണം. അപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടാകുന്നതിന് 15 ദിവസം ഇനി നിൽക്കേണ്ടി വരും. വേണം ഒന്നും വേണ്ട.
ചോര അങ്ങ് പോയിക്കോട്ട്. നമുക്ക് ചോര നമുക്ക് ശുദ്ധി 3 എണ്ണായില്ലേ? 3 ശുദ്ധി എന്ന് പറഞ്ഞാൽ കാമിലായ 3 ശുദ്ധിയല്ല. 2 ചില്ലറ ഉണ്ടായാൽ തന്നെ എന്താക്കും? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട 3 മാസം. ഇവിടെ 3 ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് 10 ഉള്ളൂ. 3 ഉണ്ടാ. 2 ചില്ലറ ഉണ്ടായാൽ 3 എന്ന് പറയാം. അൽ-ബഖറ 197 അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അന്ന് ഓതിയില്ലേ അൽ-ബഖറ 197 ഓതി കഴിഞ്ഞാ അൽ-ബഖറ 197 പഠിക്കും. വ്യത്യാസമൊന്നും വരില്ല. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് വലിയ മുസാഫിറുണ്ട് ഇത് കാണൂലാന്ന്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. 197 അതിൽ എന്താ ഞാൻ ദലീൽ പിടിച്ചത്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജിൽ നിന്ന് 10 ഉള്ളൂ. എന്നിട്ടും അല്ലാഹു 3 മാസം എന്നാ പറഞ്ഞത്. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ കാമിലായ 3 വേണ്ട. 2 മറികടന്നാലും എന്ത് പറയാ? അതേപോലെ ഇവിടെ ശുദ്ധി, ഒരു ശുദ്ധിയിൽ നിന്ന് അല്പം കിട്ടിയിരുന്നു, 1 സെക്കൻഡ്. പിന്നെ 2 ശുദ്ധി വേഴ്സോടി കിട്ടി. എന്നാ 3 എന്ന് പറഞ്ഞൂടെ? അല്ലാണ്ട് കാമിലായ 3 വേണം. കാമിലായ 3 വേണമെന്ന് പറയുമ്പോ ഇനി 1 മാസം നിൽക്കേണ്ടി വരും. ഇനി 1 മാസം പോകും. ഇനി തങ്ങി നിൽക്കേണ്ടി വരും. നിങ്ങൾ നിൽക്കേണ്ടി വരും. മാർച്ച് വർക്കുമ്പോൾ നിങ്ങൾക്ക് പോകണ്ടെന്ന് പറഞ്ഞാലേ ഫെബ്രുവരി പോയാൽ വേണ്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിൽക്കണ്ടേ? ഫെബ്രുവരി ക്ലോസ് ആകുന്ന അതുപോലെ ഈ ആർത്തവം തീരുന്നവരെ നിൽക്കണം. വേണ്ടി ഇപ്പൊ പോ. കാലമാലിക്കുൻ വന്നില്ലെങ്കിലും നോക്കാൻ കഴിയില്ല. ഈ ശുദ്ധി അവസാനിച്ചെന്ന് അറിയണ്ടേ? 3ാം ശുദ്ധി അവസാനിച്ചാലേ പോകാൻ പറ്റും. 3ാം ശുദ്ധി ചിലപ്പോൾ നീണ്ടങ്ങ് പോകും. അപ്പൊ ആർത്തവം വരെ തന്നെ വേണം. ആർത്തവം വന്നാലേ പോകാൻ പറ്റുള്ളൂ. കാരണം ശുദ്ധി ക്ലോസ് ആകട്ടെ. കാരണം എത്ര നീണ്ടാലും ശുദ്ധി തന്നെയാണ്. ശുദ്ധിക്ക് അവസാനം ഉണ്ടോ? ഇല്ല. ചിലപ്പോൾ 5 കൊല്ലം നീളും. അപ്പൊ ആർത്തവത്തിന് വൈകിയാണെങ്കിൽ അത് കഴിയുന്നവരെ നിൽക്കേണ്ടി വരും. അറിയൂല. അപ്പൊ ആയുസത്താണ് 62 വയസ്സായ ക്ലോസ് ആക്കിയിരിക്കുക. 62 വയസ്സ് ഒന്നുമില്ല. പിന്നെ ആർത്തവം എത്തിക്കല് കഴിച്ചാൽ പൊടിയാൻ പറ്റുന്നാക്കിയിട്ട് പൊടി നക്കിയിട്ട് ആർത്തവം എത്തിക്കലുണ്ട്. അത് പറ്റൂ. ആർത്തവം ദൂരം വരുന്ന ആർത്തവം അടുത്തടുത്താക്കാനും പൊടി തിന്നാം. ഫിക്ക് മസാലയിലുണ്ട് 8,237 ആർത്തവകാരി ആർത്തവം സ്പീഡാക്കാൻ വേണ്ടിയും കുറുകെ വേഗം കിട്ടാൻ വേണ്ടി എന്താക്കാം? ആർത്തവത്തിന്റെ വയസ്സായാൽ മതി. 9 വയസ്സ്. അതിൽ കുറഞ്ഞാൽ പറ്റില്ല. പൊടിയാൻ പറ്റും തിന്നിട്ട് എന്താക്കാം? അങ്ങനെ വർത്തിച്ചാൽ ആർത്തവകാരിയാവൂലേ? നമസ്കാരം ബുദ്ധിമുട്ടാ? ഇല്ല. ആർത്തവകാരി തന്നെയാണ്. അതോടെ ഇഷ്ടമാണ്. വയറിളക്കുന്ന വിധി. ഒരാൾക്ക് മലം നല്ലോണം പോകുന്നില്ല, നല്ലോണം പോകണമെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് കഴിക്കും. അവിടെ കിണ്ണം. അതുപോലെ ആർത്തവത്തിന്റെ പ്രായം എത്തിച്ച ഏത് പെണ്ണിനും എന്ത് ജായിസാണ്? മരുന്ന് കഴിച്ചുകൊണ്ടും ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടും എന്ത് വരുത്തിക്കാം? അത് പ്രായപൂർത്തിക്ക് വേണ്ടി ആയാലും ശരി. ഒരു പെണ്ണിന്റെ മംഗലം കഴിയണം. അതിന് വേണ്ടി പൊടി കഴിച്ചിട്ട് പ്രായപൂർത്തിയാക്കിയത്. കാരണം സമ്മതം എടുക്കാണ്ട് കെട്ടിക്കാൻ കഴിയോ? അപ്പൊ എന്ത് മതി? മരുന്ന് കഴിക്കല്. അങ്ങനെ മരുന്ന് കഴിച്ചാൽ ആർത്തവകാരിയുടെ വിധി വരൂലേ? നമസ്കാരം ഇല്ല ആർത്തവകാരിക്ക്. ആ ആർത്തവം വരുത്തിച്ച ആർത്തവമായാലും ശരി, വരുത്തിയ ആർത്തവം പറ്റൂലേ? ഇതിലും പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആർത്തവം കിട്ടാതെ പെണ്ണിനെ എന്താക്കാം? ഹൈദിന്റെ പ്രായം എത്തിച്ച് ആർത്തവം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആർത്തവം ഉണ്ട് വേഗം കിട്ടുന്നില്ല, ഉടനടി കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കാം? ഹൈ സ്പീഡിന് വേണ്ടി. ഉദാഹരണം,
ഈ ആർത്തവം 2 മാസം കൂട്ടിയാലൊരിക്കൽ ആർത്തവം, അപ്പോൾ 3 മാസത്തിന് ഒരു 6 മാസവും. ആർത്തവം സ്പീഡാക്കാൻ വേണ്ടിയും എന്താക്കാം, മരുന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് വരുന്ന ആർത്തവമല്ല എന്ന് പറയാൻ പറ്റോ? ആർത്തവകാരിയുടെ വിധിയും വരില്ലേ? അപ്പൊ മംഗലം കഴിക്കാം, ഒക്കെ ഇദ്ദീയും ചെയ്യും. അങ്ങനെ ചെയ്യലും ആയുർവേദിക്കിൽ പൊടിയുണ്ട്. അങ്ങനെ പ്രശ്നം നടന്നിട്ടുണ്ട് തലപ്പറമ്പിൽ. മംഗലം വെച്ചില്ലേ, ഉച്ചക്ക് നിൽക്കാതെ പോലും തളിപ്പറമ്പിൽ ചോറ് കൊടുക്കാൻ തുടങ്ങിയില്ലേ 11 മണിക്ക്. ഉസ്താദിന്റെ അടുത്ത് പോയില്ലേ പെണ്ണിനെ കെട്ടിക്കാൻ? ചോദിച്ചല്ലോ, ആരാ കെട്ടിക്കൽ? ഉപ്പ ഉണ്ടാ? ഇല്ല. ഉപ്പ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സഹോദരനാണ്. അപ്പൊ നിങ്ങൾ കെട്ടിക്കണ്ടെങ്കിൽ പെണ്ണിന് സമ്മതം എടുക്കണം. പെണ്ണിന് എത്ര വയസ്സെന്നാ? പ്രായപൂർത്തിയാക്കില്ല. നോക്കാൻ കഴിയോ? ആദ്യം പറയേണ്ടതല്ലേ മംഗലം വെക്കുമ്പോ. ഖത്തീബ് ഉസ്താദിനോട് പറഞ്ഞാ കളിപ്പറമ്പിലെല്ലാം ഫിക്കിന്റെ കേന്ദ്രമുണ്ട്. മംഗലം വെച്ചല്ല, ഇത് വെച്ചു പെട്ടുവല്ല. ഉസ്താദിനോട് പറയാൻ വൈകി ഒന്ന് ഉസ്താദ് വന്ന് കെട്ടിക്കണം. പെണ്ണിന്റെ സമ്മതം, പെണ്ണ് മുലൂകാവണം. മുലൂകായിട്ട് സമ്മതം എടുത്താലേ എന്താക്കാൻ പറ്റും? അയാൾ കരയാൻ തുടങ്ങിയില്ലേ? എന്നാ ഹനഫി മദ്ഹബ് അനുസരിച്ച് കെട്ടിച്ചേന്നാണ്. അന ശാഫിയ്യു അന റാഫിയ്യു അന നവവിയ്യു ലാ ഹനഫിയ്യു. ഞാൻ ഹനഫി മദ്ഹബുകാരനല്ല. ഞാനെടുത്ത ഉസ്താദ് ഷാഫി മദ്ഹബിന്റെ ഇമാമാണ്. അത് ചെയ്യാൻ പറ്റുമോ? ഷാഫി മദ്ഹബ് പ്രകാരം ചെയ്യാൻ എന്നെ കൊണ്ടിട്ടുള്ളത്. ഹനഫിയിലാകാൻ പറ്റൂ. അപ്പൊ അയാൾ കരയാൻ തുടങ്ങി. കരയണ്ട, ഒരു കടലാസ് എടുത്ത് കോട്ടക്കൽ ആദ്യ വൈദ്യശാല അവിടെ പോയിട്ട് ഒരു ഭസ്മം, ഇത് നിങ്ങളുടെ പങ്ങൾക്ക് കൊടുക്കണം. ഷെയ്ഖിനെ തന്നതാണ്, ഇന്ന് വേറൊരാൾ തിന്നാൻ പാടില്ല. അത് തിന്നോളണം. അരി വലിയ റിസൾട്ട് കൊണ്ട് വരണേ, വലിയ റിസൾട്ട് കൊണ്ട് വന്നാൽ മതി. തബറുപ്പിന്റെ പൊട്ടിയാന്ന് പറഞ്ഞാൽ മതി. പെണ്ണ് തിന്നല്ല. 1 മണിക്കൂർ കഴിയുമ്പോഴൊക്കെ എന്താ അയാൾ വന്ന് ഉസ്താദെ എന്തോ ചോര നോക്ക്. അതന്നെയല്ലേ, അതാണ് അർത്ഥമോ? എനിക്ക് കാര്യം ശരിയായി. പള്ളിയിൽ എന്തോ താമസമുണ്ട്, നിക്കാതെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. 1 മണിക്കൂർ വൈകിന്ന് മാത്രം. ഇനി സമ്മതം എടുത്തൂടെ? ഇനി മംഗലാക്കി കൂടെ? എല്ലാം കേട്ടാ. അതിനകത്ത് ഈ മസാല ഇത് കൂടെ സ്റ്റോക്ക് വേണം. പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ അത് വേറെ എന്തെങ്കിലും വെയി കാണുമായിരുന്നു. ഇടിപ്പം കുടുങ്ങട്ടായിരുന്നു. ഇപ്പം രക്ഷപ്പെട്ടില്ലേ മരുന്ന് കഴിച്ചിട്ട്. ഇങ്ങനെയാണ് 8237 ഈ ഭക്ഷണം കഴിച്ചിട്ട് അർത്ഥം വരുത്തുന്ന കാര്യം. അതിന്റെ അക്സ് മസാലയുണ്ട്. അക്സ് മസാല ഏതാ? ആർത്തവകാരി തന്നെ ആർത്തവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുന്നു? ആർത്തവം വന്നാൽ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ഉംറ ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് എന്താക്കുന്നു? പറ്റില്ലേ? ഫത്താവ ഇബ്നു സിയാദിലുണ്ട്. ആർത്തവം വേണ്ടാന്നുണ്ടെങ്കിൽ, ആർത്തവം കുറക്കണമെന്നുണ്ടെങ്കിൽ എന്താക്കാം? നിർണ്ണയിക്കാം. ഉദറുണ്ടായാലും ഇല്ലെങ്കിലും പറ്റും. അപ്പോൾ ശരിയായി നോമ്പെടുക്കാം, ഹജ്ജ് ഓതാൻ പറ്റും. അങ്ങനെ ചില ആൾ ചെയ്യുന്നുണ്ട്. റമദാനെല്ലാം ഒന്ന് മുടങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കരുത്. അത് ഫത്താവ ഇബ്നു സിയാദിൽ കൊടുത്തിട്ടുണ്ട്. മുസല ഒരു മുടക്കം ഇല്ലാന്ന്. അങ്ങനെ കഴിച്ചാൽ ജായിസ് തന്നെയല്ലേ? സാധാരണ ഹജ്ജ് കൂട്ടിക്കൊണ്ടപ്പോഴാണ് ഇങ്ങനെ ഇടയ്ക്കിടെ പൊടി കൊടുക്കരുത്. അല്ലെങ്കിൽ അവർക്ക് തവാഫ് ചെയ്യാൻ കഴിയില്ല. പൊടി കൊടുത്തിട്ട് ബ്ലോക്കാക്കല്. ഈ ആർത്തവം ഇപ്പം വേണ്ട, അടുത്ത മാസം മതി. നമ്മുടെ നാട്ടിലെത്തുമ്പോൾ വേണ്ട പോലെ ആർത്തവം ഇപ്പം തൽക്കാലം മുടങ്ങി നിൽക്കും. ഏതുവരെ ഞാൻ വസിക്കരുത്. പക്ഷേ മുദ്രിക്കാൻ വല്ലാണ്ട് മുട്ടുന്നു പോലും. എന്താക്കല്? തീരുന്നവർക്ക് അതേപോലെ മേലോട്ട് വലിച്ചു കയറ്റി കാട്ടിക്കാൻ മുട്ടി. നോക്കുമ്പോഴേക്ക് പൈപ്പിൽ വെള്ളമില്ല, പിന്നെ വാതിലില്ല. അങ്ങനത്തെ സ്ഥലമാണ് കിട്ടിയത്.
നിലട്ട് വലിക്കലും പക്ഷെ ഗുണകരമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരാൾ ഈ ഭാഗത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നെറുകത്തുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആരോഗ്യത്തിന് ഹാനിയാണ്, മെച്ചക്കുറവാണ്. ആർത്തവം വന്നാൽ പോയിക്കോട്ടെ എന്ന് നോക്കണ്ട. ആർത്തവം കുറക്കാനുള്ള ഒരു തീരത്തും എടുക്കാൻ പാടില്ല. പക്ഷെ ഹജ്ജിനല്ലോ നമ്മൾ ബാക്കിയായാൽ 15 ദിവസം കാത്തിക്കേണ്ടി വരും. അപ്പോൾ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ ജിയാർത്ത് അതുപോലെ പള്ളിയിൽ കയറേണ്ട ആവശ്യമെല്ലാം വരുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ എന്താക്കലുണ്ട്? ആന്റി ആർത്തവം, ആർത്തവം ഇല്ലാണ്ടാക്കുന്ന. ഞാൻ ആദ്യം പറഞ്ഞത് അതല്ല, ആർത്തവം വരുത്തുന്നത് ആദ്യം പറഞ്ഞു. അതും പറ്റും, ഇതും പറ്റും അല്ലേ?